മുരിങ്ങയ്ക്ക. ഇപ്പം മുരിങ്ങയ്ക്ക സീസൺ ആയതുകൊണ്ട് വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് മുരിങ്ങയ്ക്ക കാണാൻ വഴിയുണ്ട്. അപ്പം മുരിങ്ങയ്ക്ക കറി ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് വെച്ച് നോക്കണേ. എല്ലാവർക്കും ഒന്നും അറിയത്തില്ല, അപ്പം ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ. അതായത് ഞാനിവിടെ ഒരു 6 മുരിങ്ങയ്ക്ക അതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6 മുരിങ്ങയ്ക്ക അതാ ഈ കണക്കിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിനാവശ്യത്തിനായി ഞാനൊരു 4 സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 4 തക്കാളി 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരു 5 ആയാലും കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് പുളി അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് തക്കാളി ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 4 തക്കാളി എടുക്കുന്നുണ്ട്. 4 തക്കാളി ഇതുപോലെ അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് ഈ മുരിങ്ങയ്ക്ക നല്ലോണം വേവിച്ചെടുക്കാം. കുക്കറിലൊന്നിട്ട് വേവിക്കരുത്, ഇതുപോലെ ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്കയുടെ കൂടെ തന്നെ അല്പം ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പം ഉപ്പ് നല്ലോണം മുരിങ്ങയ്ക്കയിൽ പിടിച്ചോളൂ. മുരിങ്ങയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാവേ. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒരല്പം ജീരകവും കടുകും ഇട്ട് മൂപ്പിച്ചെടുക്കാം. ജീരകം മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള നല്ലോണം വഴറ്റണേ. നല്ലോണം വഴറ്റിയ ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ സവോള വഴറ്റിയതിലോട്ട് നമുക്ക് തക്കാളി അതിനെ ചേർത്ത് കൊടുക്കാം. സ്റ്റവ് സിമ്മിലിട്ടിട്ട് നമുക്ക് ഈ തക്കാളിയും സവോളയും നല്ലപോലെ ആവിച്ച് വേവിച്ചെടുക്കാം. കാരണം തക്കാളി നല്ലതുപോലെ വേവണം, അതുകൊണ്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം സവോളയും തക്കാളിയും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും നമ്മൾ കുറച്ച് മുമ്പേ മുരിങ്ങയ്ക്കയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുത്ത് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്കായും തക്കാളിയും കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാൻ നേരം നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ കറി കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നുന്നില്ലേ? നല്ല വെള്ളച്ചോറും ഈ ഒരു കറി മാത്രം മതിയെ ഇളക്കി കഴിക്കാൻ, വേറൊന്നും ആവശ്യമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണേ മുരിങ്ങയ്ക്ക തക്കാളിയും കറി.